Good morning my dear lovelies, welcome back to my channel. അപ്പോൾ ഇന്ന് ഇഷിക്കയുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ കോളേജിലേക്ക്. ഞാനിത് റോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ജസ്റ്റ് കുറച്ച് ബിറ്റ്സ് അവിടെ നിന്നൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. ആസ് യൂഷ്വൽ നിങ്ങൾ എൻ്റെ റോ നോയിഡ വീഡിയോയിൽ ഡെയിലി മിനി വ്ളോഗിൽ കാണുന്ന പോലെ തന്നെ മോർണിംഗിൽ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു 7:30 സമയമാണ്. പിന്നെ അവിടെ കുന്നുകൂട്ടി വെച്ചേക്കണത് വേറൊന്നുമല്ല, അതൊക്കെ ഓരോ റൂമിൽ നിന്ന് ഓരോ സാധനങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് ചാടിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അത് ഇനി വീണ്ടും ഒന്ന് രണ്ടാമത് നിരീക്ഷിച്ചിട്ട് അന്ന് ഒന്ന് ഏതാ കളയാത്തത് നോക്കി എടുത്തു വെക്കണം. പിന്നെ സ്നോയിക്കുട്ടൻ മോർണിംഗിൽ അവന് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, ബിക്കോസ് എല്ലാവരും യാത്രയാവണത് കാണുന്നുണ്ട്. അപ്പോൾ അവൻ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോർമൽ റൂട്ടീനൊക്കെ ആയിരുന്നെങ്കിൽ അവൻ എപ്പോഴും ബാൽക്കണിയിലായിരുന്നു കേട്ടോ. പിന്നെ ഏശിക്ക് ഒരുങ്ങണത് കണ്ടില്ലേ, അവൾ ഒരുങ്ങി മരിക്കണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ BB ക്രീം ഇടുക, കൺമഷി എഴുതുക, ഒരു ലിപ് ബാം ഇടുക, ബസ്. അപ്പോൾ അവളുടെ ഫിറ്റ് ചെക്ക് കാണിച്ച് തരുമായിരുന്നു. ഞാൻ അവൾക്ക് സരോജിനി നഗറിൽ നിന്ന് കുറച്ചൊക്കെ ഫങ്കി ഐറ്റംസ്, ഫങ്കി ബാഗൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് അവളെ ഒന്ന് കാണിച്ചു തരണേ, ഫിറ്റ് ചെക്ക് കാണിച്ചു തരണേ. പിന്നെ കൊട, ബാഗ്, മറ്റേ ഫയല് ഇതൊക്കെ വെച്ചിട്ടുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു അവൾ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇനി തിരിച്ചു വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഭഗവാനെ പ്രാർത്ഥിച്ചു. അവിടെ ഷീല നമ്മുടെ സ്ഥിരം വീട് ക്ലീൻ ചെയ്യണ പോലെ ക്ലീൻ ചെയ്യണു. പിന്നെ ഞാനിവിടെ ഇഷിക്കയ്ക്ക് പാല് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പോണേക്കാട്ട് മുമ്പ് ഒന്ന് പാല് കൊടുക്കാൻ. ഇന്ന് അവൾക്ക് ടെൻഷനുള്ള കാരണം അവൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. പൊതുവെ അവൾക്ക് അങ്ങനെയാണ് കേട്ടോ. പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും, ചിരിച്ച് കാണിച്ചാലും ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും. എന്നാലും അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടെന്ന്. അപ്പോൾ അവളുടെ അച്ഛനാണ് അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോണേ കേട്ടോ. അവിടെ മറ്റാൾ പിന്നെ അവിടെ ഒരുങ്ങുന്നുണ്ട്, അത് വേറെ കാര്യം. അവളുടെ ഓഫീസിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൾ പോകുമ്പോൾ ഒന്നുകൂടി കാണിച്ചു തരുമായിരുന്നു, ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഓക്കെ അല്ലേ എന്ന്. അങ്ങനെ അച്ഛനും മോളും ഓഫീസിലേക്ക്, അച്ഛനും കോളേജിലേക്ക്, മോളും ഒരുമിച്ച് പോവാണ് കേട്ടോ. അച്ഛൻ വഴിയിൽ തന്നെ മോളെ ഡ്രോപ്പ് ചെയ്യും. ഫസ്റ്റ് ഡേ ആയ കാരണം ചിലപ്പോൾ എനിക്ക് തിരിച്ച് അവളെ കോളേജിൽ നിന്ന് വരുന്ന പിക്കപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടി ചിലപ്പോൾ എനിക്കായിരിക്കും കിട്ടാൻ പോണത്. ബിക്കോസ് ഇപ്പോൾ അവൾക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല ഈ ഒരു ഭാഗത്തേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ചു വരാൻ കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ കോളേജിലെത്തിയിട്ട് അവിടെ നിന്ന് അയച്ചെന്ന ഈ ഒരു ബിറ്റാണ് കേട്ടോ. അവൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടായി എന്ന് ഒക്കെ ലൈവിൽ ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, വീടൊക്കെ ഒരു മൂഡ് ഓഫ് പോലെ ആയിട്ട് അവൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ശീലയൊക്കെ കൂടി രണ്ടുപേരും കൂടിയിട്ട് വീടൊന്ന് വൃത്തിയാക്കി. അങ്ങനത്തെ ദിവസം പിന്നെ ഞാൻ മൂഡിലല്ലാത്ത കാരണം അധികം വീഡിയോ എടുക്കാൻ പോയില്ല. ഇപ്പം ഈ 2 കുട്ടികൾ കിടന്നു ഒരുങ്ങണത് നെക്സ്റ്റ് ഡേയിലത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം സെക്കൻഡ് ഡേ, ഇഷിക്കയുടെ സെക്കൻഡ് ഡേ കോളേജിൻ്റെ, അനുഷ്കയുടെ ഓഫീസ് ഡേ ആൻഡ് അവരുടെ അച്ഛൻ്റെ ഓഫീസ് ഡേ. അപ്പം മോർണിംഗിലുള്ള തിരക്കാണ്. 2 പേരും ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന്, ഒരാൾ ഓഫീസിലേക്കും ഒരാൾ കോളേജിലേക്കും മരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഒരുങ്ങിയാലും മതിയാവില്ല, പെൺകുട്ടികളല്ലേ. അപ്പോൾ അച്ഛൻ പറയുണ്ടായിരുന്നു 2 ഒരുക്കം ഒരു മണിക്കൂറാണ് ലേറ്റ് ആവുന്നത്. അങ്ങനെ കുടയൊക്കെ എടുത്ത് ഇഷിക്ക റാണി കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺസൂണിൻ്റെ ഒരു ടൈമാണ്. ചില ദിവസം മഴ, ചില ദിവസം മഴയിൽ, ഒന്നും പറയാൻ പറ്റില്ല, ആ ഒരു സിറ്റുവേഷനാണ്. സ്നോയിക്കുട്ടൻ പിന്നെ ആസ് യൂഷ്വൽ ഇന്ന് അവന് മനസ്സിലായി ടൈം ടേബിൾ, ബിക്കോസ് ഇന്ന് മനസ്സിലായി അവന് ഇഷിക്ക കോളേജിൽ പോയി തുടങ്ങി. അപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ അവൻ്റെ സ്ഥിരം സ്ഥലത്ത് കയറിയിരിക്കുന്നുണ്ട്, കാല് 2 അപ്പുറത്തേക്കൊക്കെ ഇട്ടിട്ട്. അവൻ ഫസ്റ്റ് ഡേ ഇഷിക്ക കോളേജിൽ പോയ ദിവസം ബാൽക്കണിയിൽ ഇരുന്നില്ല, ബിക്കോസ് അവൻ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇഷിക്ക പോകുന്നുണ്ടെന്ന്. കുറേ കൊല്ലമായില്ലേ അവൻ നമ്മുടെ കൂടെ താമസിക്കണോ. അപ്പോൾ അവന് പെട്ടെന്ന് വീട്ടിലത്തെ ചേഞ്ചസ് മനസ്സിലായി തുടങ്ങിയിട്ടാ. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോൾ കണ്ടില്ലേ അവൻ്റെ സ്ഥലത്ത് വീണ്ടും കയറിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ ഒന്ന് കൊഞ്ചിക്കുകയായിരുന്നു. പാവം അവനും ഞാനും മാത്രമായിട്ട് ഈ വീട്ടിൽ, അല്ലെങ്കിൽ ഇഷിക്ക കൂടി ഉണ്ടാവാറുള്ളതാണ്. ഇപ്പം ഞാനും അവനും സാരില്ലേ, നമ്മൾ 2 പേരും കമ്പനി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് അവനും അവിടെ ഇങ്ങനെ ബാൽക്കണിയിലിരുന്നു. മക്കൾ 2 പേരും പോണേക്കാട്ട് മുമ്പ് സ്നോയിയെ കൊഞ്ചിക്കും കേട്ടോ. അതേപോലെ തന്നെ സതീഷും
സ്നോയി ഓഫീസിൽ പോണേക്കാട്ട് മുമ്പ് കൊഞ്ചിക്കും കേട്ടോ. ഇവിടെ ഞാനും ഷീലയും ഒപ്പം തന്നെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെയുള്ള മോള് അവിടെ ഒരുങ്ങണോ, മൂത്ത മോള് ഇവിടെ ഒരുങ്ങണോ, അങ്ങനെ ഫുള്ളി ബ്ലോക്ക്ഡ് ആയിരിക്കണം. എൻ്റെ പരിപാടി മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചൊക്കെ പാക്ക് ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ പരിപാടി. ബാക്കി 3 പേരും ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കും. സ്നോയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ കാറ്റുകൊള്ളുക, ഇടയ്ക്ക് ഒന്ന് വന്ന് നിരീക്ഷിക്കുക, എല്ലാവരും ഒരുങ്ങണതൊക്കെ ഒന്ന് കാണുക. പിന്നെ ഞാൻ കിച്ചണിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് പാപ്പം മേടിക്കുക. ആൻഡ് ഷീലയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അടുക്കളയിൽ തിരക്ക് പിടിച്ച് ഇവർക്കൊക്കെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഒരു കുട്ടി സെക്രട്ടറി ആയിട്ട് ഷീല നടക്കും. ഷീലയ്ക്ക് ഫുള്ള് വീട്ടിലത്തെ പണിയൊന്നുമില്ല. ഞാൻ ബിസി ആവണ സമയത്ത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഇടയ്ക്ക് ഷീല എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് ഫുള്ളായിട്ട് വീട് ടേക്ക് ഓവർ ചെയ്യില്ല കേട്ടോ. അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണേ. പക്ഷെ എനിക്ക് ചില ദിവസം 3 പേരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ ഒപ്പം എത്തില്ല. അപ്പം ഞാൻ അവർക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷീല എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യും. അങ്ങനെ 2 കുട്ടികളും ഒരുങ്ങി മരിച്ച് അച്ഛൻ്റെ പിന്നാലെ ഓടി എത്തിയിട്ട് ആ ലിഫ്റ്റിലേക്ക് 2 പേരും ഒപ്പം തന്നെ ലിഫ്റ്റിലേക്ക് കയറി. അപ്പോഴേക്കൊരു ട്വിസ്റ്റ് ഉണ്ടായി കഥയിൽ. അച്ഛൻ പറഞ്ഞു 2 പേരെയും കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് ലേറ്റ് ആവും. മൂത്ത ആളോട് പറഞ്ഞു, നീ മൂത്ത കുട്ടിയായില്ലേ, ഒന്ന് തന്നെ ഓഫീസിൽ പോവാൻ. അങ്ങനെ അവളുടെ ചമ്മിയ ഫേസ് നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ പിന്നെ ഷീലോട് പറയണ്ട, ഷീല തകർത്ത ക്ലീനിങ്ങിലാണ്. അപ്പോൾ അവൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ അന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇവളെ ഗൈഡ് ചെയ്യണോണ്ട് കേട്ടോ, ഇവിടെ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് സാധനങ്ങൾ. അങ്ങനെ അനുഷ്കയുടെ ചമ്മിയ മുഖം കണ്ടില്ലേ, പാവട്ട. വേറെ ഒന്നല്ല, അച്ഛനെ 2 പേരും കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ, ഒരേ സമയമൊക്കെ തന്നെയാണ്. അപ്പോൾ പക്ഷെ എന്നാലും അവരുടെ അച്ഛന് ലേറ്റ് ആവും. അപ്പോൾ അത് കാരണം സതീഷിന് ലേറ്റ് ആവണ കാരണം സതീഷ് മൂത്ത മോളോട് പറഞ്ഞു, തന്നെ ഓഫീസിൽ പൊക്കോളൂ, ഞാൻ ഇഷയ്ക്ക് ഇപ്പോൾ 2ാമത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ കോളേജിലേക്ക്. അപ്പോൾ ഇഷയ്ക്ക് അല്ല കൂടുതൽ ഹെൽപ്പ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് സതീഷ് ഇഷയ്ക്ക് കൊണ്ടുവിടാൻ പോയിട്ടാ. അതേസമയം സ്നോയി അവിടെ എത്തിയിട്ടാ. സ്നോയി എൻ്റെ പിക്ക് എടുത്തില്ല, ഞാനും ഇവിടുത്തെ ഒരു മെമ്പറാന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്തിരിക്കണം കേട്ടോ. ഇതാണ് സ്നോയുടെ പോസ്. എനിക്ക് സ്പെഷ്യലി പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇരുന്ന് കാണിക്കണം കേട്ടോ. ഷീല അവനോട് സംസാരിക്കണ കണ്ടില്ല, അതിൻ്റെ ഒപ്പം തന്നെ. അപ്പം അങ്ങനെ ഞാനും ഷീലൊക്കെ കൂടി 2 മക്കളും പോയി കഴിഞ്ഞു കേട്ടോ. ഈ സമയത്ത് നമ്മൾ 2 പേരും കൂടിയിട്ട് വീടൊക്കെ വൃത്തിയാക്കി. പിന്നെ എനിക്ക് ഡെയിലി മിനി വ്ളോഗ് എടുക്കേണ്ട കാരണം ഞാൻ ഷീലയുടെ ഒപ്പം ഹെൽപ്പ് ചെയ്യണതിൻ്റെ ഒപ്പം അവളുടെ വീഡിയോ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീട് ക്ലീൻ ചെയ്യണത് അവൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അവൾക്ക് ക്യാമറ യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അവളുടെ പാട്ട് ഞാൻ ക്യാമറയിലേക്ക് പതിപ്പിച്ചു. അങ്ങനെ ഞാനും ഷീലയൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ അസിസ്റ്റൻറ്റ് കുട്ടി ഷീല വീട്ടിലേക്ക് പോയി. പിന്നെ വൈകിട്ട് ഞാൻ ഷീല 2ാമത് വരും ഒരു 5 മണിക്ക് പാത്രം കഴുകാൻ. ആ സമയത്ത് ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേസമയം കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കാപ്പി കുടിച്ചു. അവൾക്കുള്ള കാപ്പി ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ എൻ്റെ കാപ്പി അവിടെ നിന്ന് കൊടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്തത് ക്യാമറയിൽ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.